ഹലോ ഫ്രണ്ട്സ്, എഫക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് PDF പ്രസൻറ്റേഷനാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേജായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇമേജ് ഇപ്പം നിങ്ങൾ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഐറ്റംസ് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ട് അതിനൊക്കെ ഞാൻ ഒറ്റ PDF ആക്കിയെടുക്കുക എന്നുള്ള എൻ്റെ ക്ലാസ്സാണ്. അതായത് ഇപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഇമേജ് കാണും. നമുക്കിപ്പം ഫോട്ടോഷോപ്പിൽ PDF ആയിട്ട് സേവ് ചെയ്താൽ, ഇമേജ് ആയിട്ട് സേവ് ചെയ്താലും ഒറ്റ ഫയലായിട്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെങ്ങനെ നമുക്ക് ഒരു ഫയലിൽ 5-6 ഇമേജൊക്കെ ചേർത്ത് ഒറ്റ ഫയലാക്കുക എന്നുള്ള എൻ്റെ ക്ലാസ്സാണ്. ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നത് നിങ്ങളെ ഇപ്പോൾ വർക്ക് എവിടെയെങ്കിലും കമ്പനിയിൽ എവിടെയെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ PDF ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ്, ഇപ്പം ഓൺലൈൻ ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ അവർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറയും ഒരുപാട്. ഇപ്പം ഇത്ര സർട്ടിഫിക്കറ്റ് ഒറ്റ ഫയൽ ഫോർമാറ്റിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു കിടിലൻ ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് സോഫ്റ്റ്വെയറിലോട്ട് മൂവ് ചെയ്യാം. ഇതൊക്കെ എൻ്റെ പ്രീവിയസ് വർക്കുകളാണ്, ആഫ്റ്റർ എഫക്ട്സിലും ഇല്ലുസ്ട്രേറ്ററിലൊക്കെ സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ നമുക്ക് എങ്ങനെ ഒറ്റ ഇമേജ് ആയിട്ട് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള എൻ്റെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ഇപ്പോൾ 5-6 ഇമേജസ് ഉണ്ട്. ഇതിനെല്ലാം കൂടെ ഒറ്റ PDF എങ്ങനെ ആക്കി സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള എൻ്റെ ക്ലാസ്സാണ്. നമ്മൾ ഫയലിൽ പോകുന്നു. ഫയലിൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ലെയർ 2 ഫയൽസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. എക്സ്പോർട്ട് ലെയർ 2 ഫയൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടാബാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ ഡെസ്റ്റിനേഷൻ ഉണ്ട്, ബ്രൗസ് ഉണ്ട്, അതുപോലെ തന്നെ ഫയൽ നെയിം പ്രിഫിക്സ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ബ്രൗസിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോൾഡർ, ഇപ്പം നിങ്ങളുടെ ഇപ്പം നമുക്ക് CDF എന്ന് പറയുന്ന ഒരു ലോക്കൽ ഫോൾഡറിലോട്ട് സേവ് ചെയ്യാം. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു Fxmuni ഒരു ഫോൾഡർ ഉണ്ട്, ക്രിയേറ്റീവ് ആർട്ട് എന്ന് പറഞ്ഞാൽ. ഞാൻ അതിനകത്തായിട്ടാണ് ഇതിനെ സേവ് ചെയ്തിടുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫയൽ നെയിം പ്രിഫിക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് നെയിം കൊടുക്കാം. നമുക്ക് ഇഷ്ടം നിങ്ങൾ എന്ത് വർക്കാണ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ളൊരു നെയിം കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ Fxmuni എന്ന് കൊടുത്തു. പിന്നെ വിസിബിൾ ലെയർ ഉള്ളിൽ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ലെയർ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്ത് ഫയൽ ടൈപ്പ് വന്നിട്ട് നമുക്ക് പല രീതിയിൽ ഈ ഫയൽ ടൈപ്പിനെ, ഇത്രയും ഫയലിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് JPEG ഉണ്ട്, അതുപോലെ BMP ഉണ്ട്, PDF ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് തന്നെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് JPEG മതി. അതുകൊണ്ട് JPEG ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്വാളിറ്റി മാക്സിമം ക്വാളിറ്റി തന്നെ കൊടുക്കുക. ബാക്കിയൊന്നും ചേഞ്ചസ് ഇല്ല. അപ്പോഴത്തേക്കും നമുക്കിവിടെ കാണാൻ പറ്റും ഓരോരോ ലെയറായിട്ട് ഇങ്ങനെ പോകുന്നത്. കണ്ട റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇതെല്ലാം അവിടെ കിടന്ന് എക്സ്പോർട്ട് ആവുകയാണ്. എക്സ്പോർട്ട് ആകുമ്പോൾ നമുക്കൊരു ചെറിയൊരു മെസ്സേജ് വരും, എക്സ്പോർട്ട് ലെയർ 2 ഫയൽ വാസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് അലർട്ട് വരും. അപ്പോൾ നമ്മുടെ ഫോൾഡറിൽ ഞാൻ ക്രിയേറ്റീവ് എന്ന ആർട്ട്, ആ ഫോൾഡറിൽ നോക്കുമ്പോൾ നമുക്ക് കണ്ടാവും 6 പടമുണ്ട്, 6 ഇമേജും ഇതിനകത്ത് എക്സ്പോർട്ട് ആയിട്ടുണ്ട്. അടുത്ത ഈ 6 ഇമേജാണ് ഒറ്റ PDF ആയിട്ട് വരുന്നത്. ക്വാളിറ്റി ഒന്നും ലോസ് ഒന്നും വന്നിട്ടില്ല. സെയിം ക്വാളിറ്റി തന്നെയാണ് കൊടുത്തത്. ആ സംഭവം തന്നെയാണ് എക്സ്പോർട്ടായി വന്നത്. അടുത്ത് ഇതിനെയാണ് നമ്മളിതിനെ ഇമ്പോർട്ട് ചെയ്ത് അടുത്ത് ഒറ്റ PDF ആക്കാൻ പോകുന്നത്. അപ്പോൾ ഫയലിൽ കയറുക. ഫയലിൽ പോയിട്ട് ഏറ്റവും താഴെ വന്നിട്ട് ഓട്ടോമേറ്റ് എന്ന് പറഞ്ഞൊരു സെലക്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് PDF പ്രസൻറ്റേഷൻ കൊടുക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ടാബ് വീണ്ടും ഓപ്പൺ ആവും. ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ബ്രൗസ് ചെയ്തിടുക. ബ്രൗസ് കൊടുക്കുമ്പം നമ്മൾ ഞാനിപ്പോൾ സേവ് ചെയ്തിട്ടില്ലേ ഫോൾഡർ ക്രിയേറ്റീവ് ആർട്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇതിനെല്ലാം ഓൾ സെലക്ട് ചെയ്ത് Ctrl A കൊടുത്താൽ മതി, ഓൾ സെലക്ഷൻ കിട്ടും. അവിടെ നമ്മളെ ഓരോ ഫോൾഡറായിട്ട് ഓപ്പൺ ആയിട്ട് വരും. 1, 2, 3, 4, 5, 6 ഇമേജും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഔട്ട്പുട്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് കുറച്ച് സംഭവങ്ങളുണ്ട് സേവ് ചെയ്യാനുള്ളത്. അതിൽ multipage ഡോക്യുമെന്റ് കൊടുക്കുക, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഫോണ്ട് സൈസ് ഒക്കെ ഇതൊക്കെ കൊടുത്താൽ മതി. ബാക്ക്ഗ്രൗണ്ട് വൈറ്റും അങ്ങനെ കുറച്ച് കളറൊക്കെ ഉള്ളൂ, വൈറ്റ്, ഗ്രേ, അതുപോലെ ബ്ലാക്ക്, 3 കളറേ ഉള്ളൂ. ഇതിൻ്റെ നമ്മൾ ഫോണ്ട് സൈസൊക്കെ ഇട്ടുള്ളൂ കൊടുക്കുക. വേറെ ചേഞ്ചസ് വരുത്താനൊന്നുമില്ല. സേവ് അങ്ങ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോൾ നമുക്കവിടെ ചോദിക്കും പേര്. ഇപ്പോൾ നേരത്തെ നമ്മുടെ ഞാൻ നേരത്തെ എൻ്റെ ഒരു ക്രിയേറ്റീവ് ആർട്ട് എന്നുള്ള ഫോൾഡറിൽ തന്നെ സേവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ ഫോൾഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോൾഡറിൽ നിങ്ങൾക്ക് സേവ് ചെയ്തെടുക്കാം. ഇപ്പോൾ Fxmuni വർക്ക്സ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു PDF സേവ് ചെയ്യുകയാണ്. എന്നിട്ട് സേവ് കൊടുക്കുക. അതിൽ വീണ്ടും ഒരു ടാബ് ഓപ്പൺ ആയി വരും, സേവ് Adobe PDF. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഇപ്പോൾ ഹൈ ക്വാളിറ്റി വേണമെങ്കിൽ ഹൈ ക്വാളിറ്റി കൊടുക്കാം, പ്രസ് ക്വാളിറ്റി വേണമെങ്കിൽ പ്രസ് ക്വാളിറ്റി കൊടുക്കാം, സ്മോളസ്റ്റ് ഫയൽ സൈസ് കൊടുക്കാം, ഏത് വേണോ കൊടുക്കാം. അത് ഓരോ സൈസിൻ്റെ MB കുറഞ്ഞ് വരുന്ന ഒരു സംഭവമാണ്. ബാക്കി വേറെ ചേഞ്ചസ് ഒന്നുമില്ല. സേവ് PDF അങ്ങ് കൊടുക്കുക. സേവ് PDF കൊടുക്കുമ്പോൾ നമുക്കിവിടെ റണ്ണിങ് ആവുന്നത് കാണാൻ പറ്റും. ഓരോ ഇമേജായിട്ട് റൺ ചെയ്ത് ലാസ്റ്റ് നിൽക്കും. നമ്മുടെ ഫോൾഡറിൽ സേവ് ആയിട്ടുണ്ട്. Fxmuni Fox എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ
അതിനകത്ത് തന്നെയാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അവിടെ തന്നെയാണ് എക്സ്പോർട്ടായിട്ട് വന്നത്. നമുക്കിതിനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഒരു ബ്രൗസറിൽ ഇട്ടാൽ മതി. അതെങ്കിൽ ഒരു ഇപ്പം ക്രോമിൽ ഇട്ടാലും മതി, നമുക്കത് കാണാൻ പറ്റും. ഡ്രാഗ് ചെയ്ത് ക്രോമിലൊരു ന്യൂ ബ്രൗസിൽ അങ്ങ് കൊടുത്താൽ മതി. അതാ ലോഡായി വരും, കണ്ടില്ലേ? ഇതാണ് നമ്മൾ ആ ഒരു ഇപ്പം ഒറ്റ PDF തന്നെ 6 ഇമേജും അതായത് വന്നു. ഇതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതായത് ഇപ്പോൾ ഞങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാൻ, അതുപോലെ തന്നെ വേറെ എങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചില PDF ഒക്കെ നമുക്ക് പെട്ടെന്ന് കമ്പൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ട്യൂട്ടോറിയലാണ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ Fxmuni ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.